വൈപ്പിനിൽ CPM സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായി CPMലെ അഡ്വക്കേറ്റ് MP ഷൈനിയാണ് മത്സരിക്കുന്നത്. ഷൈനി സമരമുഖങ്ങളിലെ SFIയുടെ ഒരു സമരമുഖങ്ങളിലൂടെ കടന്നുവന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എല്ലാം കടന്നുവന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുഖത്തേക്ക് വരുമ്പോഴേക്കും അത് ഈ വൈപ്പിൽ എത്രമാത്രം ഒരു പ്രതീക്ഷയിലാണ്? വൈപ്പിൻ എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ള ആളുകളുള്ള ഒരു പ്രദേശമാണ്. തീർച്ചയായും ഇടതുപക്ഷത്തിന് നല്ല പ്രതീക്ഷയാണ് ഇപ്രാവശ്യവും വൈപ്പിൻ മണ്ഡലത്തിലുള്ളത്. എങ്ങനെയാണ്? കാരണം ഒരു സിറ്റിംഗ് MLA ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറയിലേക്ക് മാറുന്നു. അപ്പോൾ ഒരു വികസന പദ്ധതികൾ, അതിന്റെ ഒരു തുടർച്ച, അതിനൊപ്പം തന്നെ സ്വാഭാവികമായും ഷൈനിയും മറ്റ് പാർട്ടി പ്രവർത്തകരുമെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. എങ്ങനെയാണ് വൈപ്പിന്റെ ഒരു സാധ്യതകൾ ആ രീതിയിലെല്ലാം കാണുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും എല്ലാ പ്രദേശങ്ങളിലും നടപ്പാക്കിയതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ വൈപ്പിൻ മണ്ഡലത്തിലും നടത്തിയിട്ടുണ്ട്. തുടർച്ചയായി ഇടതുപക്ഷം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വൈപ്പിൻ മണ്ഡലത്തിലെ മാറ്റം നമുക്ക് നേരിൽ കാണാൻ വേണ്ടി കഴിയുന്നത്ര അത്ര വലുതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന അവസ്ഥയാണുള്ളത്. തീർച്ചയായും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻകാല MLA-മാർ ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. തീരദേശ പ്രദേശത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എല്ലാമുള്ള മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിന്റെ പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അത് തുടർന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അതിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ പൊതുവെ അറിയപ്പെടുന്നത് ഒരു UDFന്റെ ഒരു ശക്തി കേന്ദ്രം, ആ രീതിയിലെല്ലാം തന്നെ ഒരു വിലയിരുത്തലും പ്രചാരണങ്ങളും എല്ലാം ഉണ്ട്. പൊതുവിൽ ഇടതുമുന്നണിയുടെ ഒരു സാധ്യത ജില്ലയിൽ എത്രത്തോളമുണ്ട്? ഇടതുമുന്നണിക്ക് ഇപ്രാവശ്യം നല്ല സാധ്യതയാണുള്ളത്. എക്കാലവും UDFന്റെ കോട്ട എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ അങ്ങനെ പറഞ്ഞിരുന്ന സമയത്തെല്ലാം തന്നെ ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അങ്ങനെ പഴയകാല ചരിത്രം എല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇപ്രാവശ്യവും ഇടതുമുന്നണിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. എല്ലാ മണ്ഡലത്തിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിയമസഭാ സാമാജികർ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ എല്ലാ മണ്ഡലത്തിലും നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഇടതുമുന്നണിക്ക് എറണാകുളം ജില്ലയിൽ നല്ല മേൽക്കൈ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു MLA ഒരു തുടർച്ച മറ്റൊരു നിയോജക മണ്ഡലത്തിൽ തേടുമ്പോൾ അത് സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തിക്കപ്പുറം ഒരു ഇടതു മുന്നണിയുടെ ഒരു നയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും തൃപ്പൂണിത്തുറയിലേക്ക് അദ്ദേഹം മാറുമ്പോൾ അതൊരു പുതിയ ചുമതല കൂടി ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് മാറിയിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഇന്നലെ മുതൽ പ്രചരണത്തിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പുതിയൊരു ചുമതലയുമായി തൃപ്പൂണിത്തുറയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ തുടർച്ച ഞാൻ എന്നിലൂടെ ഏറ്റെടുക്കുന്നു എന്നുള്ള നിലയിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ നാടും പരിസരമൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്ങനെയാണ് പൊതുവിലുള്ള ഒരു സ്വീകാര്യതയും ആളുകളുടെ ഒരു ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളും എല്ലാം തന്നെ എങ്ങനെയാണ്? പൊതുവിൽ ഇടത് സർക്കാരിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെ കാണുന്നു? അതെ 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 ഞാൻ വൈപ്പിൻകരയിൽ ജനിച്ചു വളർന്ന ആളാണ്. സ്വാഭാവികമായും ഈ നാട്ടിലെ വിവിധ വിഷയങ്ങൾ, അത് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ മണ്ഡലത്തിലുള്ളതെന്നെല്ലാം വളരെ ചെറുതിലെ തുടങ്ങി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അനുഭവമാണ് ആളുകളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ജനങ്ങളിലുള്ളത്. ഏതായാലും ഇപ്രാവശ്യം വീണ്ടും ഇടതുമുന്നണി തന്നെ വൈപ്പിനിൽ വരും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇറങ്ങിയതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ തവണ 2020 ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. 2020 പുതിയ രീതിയിലേക്ക് വരുമ്പോൾ അന്ന് തന്നെ ഏതാണ്ട് 18,000-ഓളം വോട്ടുകൾ ഇവിടെ നിന്ന് അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയെല്ലാം തന്നെ ചെയ്തു. ഇത്തവണ NDAയുടെ ഭാഗമാകുകയാണ്. എങ്ങനെ കാണുന്നു? അതൊരു മുന്നണിയായിട്ട് മാറുമ്പോഴേക്കും കാര്യമായൊരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ഒരു നിഷ്പക്ഷ വോട്ടുകളുടെ എണ്ണം അന്ന് 2020 സ്വീകരിച്ചത് ഇത്തവണ അത് ഒരു NDAയിലേക്ക് പോകുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ഇല്ല, കഴിഞ്ഞ തവണ ഉണ്ടായ ആ സ്വീകാര്യത 2020-ക്കോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ ഒരു ത്രികോണ മത്സരമാവില്ല എന്ന് തന്നെയാണോ?
സ്വാഭാവികമായിട്ട് അവർ മത്സരരംഗത്തുണ്ടാവുന്നതിന്റെ ഒരു പ്രത്യേക സാഹചര്യം, അവര് മത്സരരംഗത്തുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് വോട്ടുകളൊക്കെ ലഭ്യമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു പുതിയ ഒരു മുന്നേറ്റം എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ തവണ 2020 വന്നത്. ആ സ്വീകാര്യത ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം ഇതെല്ലാം വളരെ നേരത്തെ പ്രഖ്യാപിച്ചു. അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ കൂടുതൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതെ. നാളെ മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കുന്ന വിവിധ പരിപാടികളുമായിട്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ പരിചയമുള്ള നാടാണ്. കഴിഞ്ഞ ടേം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ചെറായി ഡിവിഷനെ പ്രതിനിധീകരിച്ചിരുന്നതാണ്. ആ പ്രദേശത്ത് കുറേയധികം ആളുകളെ കാണാനും ഇടപെടാനുമുണ്ട്. തുടങ്ങിവെച്ച പല പദ്ധതികളുമുണ്ട്. അത് കുറെ കൂടെ മുന്നോട്ട് പോവേണ്ടത് എങ്ങനെയാണെന്നുള്ള സജഷൻ ആളുകളിൽ നിന്ന് സ്വീകരിക്കണം. തീരദേശ മേഖലയാണ്, ടൂറിസത്തിനൊക്കെ വളരെ സാധ്യതയുണ്ട്. ചെറുപ്പക്കാരുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ആശംസകളും. താങ്ക് യു. എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആശ ഇനി മുന്നോട്ട് പോകുന്നു. പ്രചാരണത്തിന്റെ തുടക്കമേ ആയിട്ടുള്ള ആദ്യ ദിവസങ്ങൾ തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചാരണ പരിപാടികളിലൂടെ തന്നെ സജീവമാകുവാൻ തന്നെയാണ് ഇടത് നേതൃത്വം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. വായ്പിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.